അപ്പൊ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എത്ര നേരം നമ്മൾ ഒരു കാര്യം ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് ബിൻ സ്റ്റഡിയിങ് ഫോർ 3 hours. ഒന്ന് എഴുതിയാലോ നമുക്ക്. ഐ ഹാവ് ബീൻ studying for 3 hours. ഓക്കെ, അപ്പൊ ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഹാവ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ബീൻ ഇവിടെ യൂസ് ചെയ്യും. പിന്നെ വേർബിന്റെ ING ഫോം ആണ്. അപ്പൊ സ്റ്റഡി ആണ് ഇവിടുത്തെ വേർബ് വരുന്നത്. അതിന്റെ ING ഫോം എന്ന് പറയുമ്പോൾ സ്റ്റഡി ഇങ് ആയിരിക്കും. ഓക്കെ, ഈ 3 hours കണ്ടോ, ആ ടൈം, ആ സമയം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെൻസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഷീ അല്ലെങ്കിൽ ഹി ആണ് ഇവിടെ വന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ഷീ has been studying for 3 hours. ഇത് സെയിം ആയിട്ട് വന്നേനെ. അപ്പൊ ഇതാണ് ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോ ഇല്ലെങ്കിൽ ഇപ്പൊ മുമ്പ് നടന്ന ഒരു കാര്യം പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടും നമ്മൾ ടെൻസ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇറ്റ്സ് ബിൻ റെയിനിങ്. അതായത് ഇറ്റ്സ് ബീൻ റെയിനിങ്. ഓക്കെ, അതായത് ഇതെങ്ങനെ വരും? ഇത് മുമ്പ് മഴ പെയ്തുകൊണ്ടിരുന്നു പക്ഷെ എന്നാൽ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റ്സ് ബിൻ റെയിനിങ് എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ്സ് ബിൻ റെയിനിങ് ഹെവിലി, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇറ്റ്സ് ബീൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു റൂൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇവിടെ തീർന്നു. ഇനി നമുക്ക് അടുത്ത ടെൻസ് ആയ പാസ്റ്റ് ടെൻസിലോട്ട് പോവാം അടുത്ത ക്ലാസ്സിൽ.